ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമുക്കൊരു വീടിൻ്റെ ഇൻറ്റീരിയർ നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്ത് നമ്മുടെ പ്ലംബിങ്ങിൻ്റെ വർക്കാണെങ്കിലും ഇലക്ട്രിക്കിൻ്റെ വർക്കാണെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫിനിഷിംഗ് സ്റ്റേജ് നമുക്കൊന്ന് അറിയണം. അതായത് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് കോമൺ വാഷ് ബേസിൻ്റെ ഏരിയനെ കാര്യം ചെയ്തിരിക്കുന്നത് അത് സ്റ്റെയറിൻ്റെ താഴെയാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ തലമുട്ടുക കാര്യങ്ങളൊന്നും ചെയ്യാത്ത രീതിയിൽ സ്റ്റെയറിൻ്റെ താഴെ അതിനോട് ചേർന്ന് നല്ല രീതിയിൽ ഒരു അക്വേറിയം കൊടുത്തിരിക്കുന്നു. അതിലൊരു നീല കളറ്, അതായത് അത്രയും പെർഫെക്ഷൻ ലെവലിൽ വരുന്ന രീതിയിലുള്ള കളറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കോമൺ വാഷ് ബേസിന് കൊടുത്തിരിക്കുന്ന എല്ലാം തന്നെ ജാഗോൻ്റെ ഫിറ്റിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു പ്രൊഫഷണൽ ടച്ച് വരുന്ന രീതിയിൽ, അതായത് നമുക്കൊരു വീട്ടിലേക്ക് കയറി ഒരു പ്രൊഫഷണൽ ടച്ച് വരുന്ന രീതിയിൽ തന്നെയാണ് ഇൻറ്റീരിയൽ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കബോർഡ് സിസ്റ്റം ആണെങ്കിലും എല്ലാം മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഏതാണോ വേണ്ടത്, തേക്കാണെങ്കിൽ തേക്ക്, ഈട്ടിയാണെങ്കിൽ ഈട്ടി, നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് തേക്കിൻ്റെയാണ് എല്ലാ ഡിസൈനിങ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന സ്പോട്ട് ലൈറ്റുകൾ കാണാൻ സാധിക്കും. എല്ലാം വാം വൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. വാം വൈറ്റ്സ് ആകുമ്പോൾ പ്രത്യേകത എന്ന് വെച്ചാൽ മരത്തിൻ്റെ കളർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്യും. നമുക്ക് ഇതിൻ്റെ മുകളിലും സീലിങ്ങിലും കൊടുത്തിരിക്കുന്നത് മൾട്ടിവുഡും അല്ലെങ്കിൽ അതുപോലെ തന്നെ താഴെ നമ്മൾ മൾട്ടിവുഡ് കൊടുത്തു, മുകളിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് എല്ലാം തന്നെ ജിപ്സമാണ് ചെയ്തിരിക്കുന്നത്. ജിപ്സത്തിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ ഡിസൈനിങ് സ്ട്രക്ചറൽ വർക്ക് വേണമെങ്കിൽ സ്ട്രക്ചർ വർക്ക് ചെയ്യാം, അതല്ലെങ്കിൽ മൈക്ക വെച്ചിട്ട് വേണമെങ്കിൽ മൈക്ക ചെയ്യാം. പല രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന ജിപ്സത്തിലും ചെയ്തെടുക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, ഓരോ ഏരിയകളിൽ കബോർഡ് സിസ്റ്റത്തിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ വീടിൻ്റെ എൻട്രൻസിലേക്കായി കയറി വരുന്ന ഏരിയകളിലാണെങ്കിലും കിച്ചണിൻ്റെ ഏരിയയിലാണെങ്കിലും നമ്മളെല്ലാം കൊടുത്തിരിക്കുന്നത് എല്ലാം തന്നെ സ്പോട്ട് ലൈറ്റ് പോലത്തുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് ടിൽറ്റ് ചെയ്യുന്ന രീതിയിൽ കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും ബെറ്റർ ആയിരിക്കും, അതായത് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ. ഇത് നമുക്കൊരു ലിവിങ് ഏരിയയുടെ ഏറ്റവും ടോപ്പ് വരുന്ന ഏരിയയാണ് ഈ ചെയ്തിരിക്കുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ ഒരു മച്ചിൻ്റെ സിസ്റ്റം നമുക്ക് മുകളിൽ കൊടുത്തിരിക്കുന്നു. അത് ചെയ്തിരിക്കുന്ന എല്ലാം തന്നെ മൾട്ടിവുഡ് പോലെയുള്ള മെറ്റീരിയൽ നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും നമ്മൾ ഇത് ജിപ്സത്തിലാണ് ചെയ്തിരിക്കുന്നത്. ജിപ്സത്തിൽ തന്നെയാണ് ആ വർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ സ്ട്രക്ചറൽ വർക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. താഴെ നമ്മുടെ സെറ്റ് ഏരിയ കാര്യങ്ങൾ നല്ല നീറ്റായിട്ട് അറേഞ്ച് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന രീതി നോക്കുക, അതായത് നമുക്ക് അവിടെ ഒരു സൈഡിൽ മുകളിൽ നിന്നൊരു ഫാൻ കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാൾ ഫാനാണ് കൊടുത്തിരിക്കുന്നത്. വാൾ ഫാനാണ് ആ ഏരിയയിൽ ഏറ്റവും ഉത്തമമായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു ഹൈറ്റിന് മുകളിലേക്ക് എല്ലാം തന്നെ അപ്പ് ആൻഡ് ഡൗൺ ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും, എല്ലാം തന്നെ അത്യാവശ്യം ലൈറ്റുകളെല്ലാം തന്നെ വാം വൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ അകത്ത് നമ്മൾ എത്ര പൈസ മുടക്കുന്നു എന്നതിലല്ല, പൈസ മുടക്കിയിട്ട് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഒരുപാട് ലൈറ്റ്സ് കാര്യങ്ങളെക്കാൾ ബെറ്റർ ഉള്ള ലൈറ്റ്സുകൾ നല്ല നീറ്റായിട്ട് ചെയ്ത് അത് വാം വൈറ്റ്സ് കാര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ ഇൻറ്റീരിയൽ ഭയങ്കര ഒരു പ്രത്യേക എഫക്റ്റീവ് ആയിരിക്കും, ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും. ഇതിപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന സ്ട്രക്ചർ, അതായത് ഏറ്റവും ഹാങ്ങിങ് ആണെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് എല്ലാം തന്നെ വാം വൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. റൂമുകളിൽ വേണമെങ്കിൽ നമുക്ക് വൈറ്റ് ലൈറ്റ് കൊടുക്കാം. അല്ലാത്ത ഏരിയകളിൽ നമ്മൾ ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയ, അങ്ങനെ അത്യാവശ്യം നമുക്ക് ഷോ വരുന്ന ഏരിയകളിലെല്ലാം തന്നെ വാം വൈറ്റ്സ് കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പ്രയർ ഏരിയ ആണെങ്കിലും അതുപോലെ ടി വിയുടെ ഏരിയ ആണെങ്കിലും എല്ലാം തന്നെ വാം വൈറ്റ്സ് കൊടുക്കുക. ട്യൂബ് ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ വൈറ്റ് ഉപയോഗിക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഷോ എന്ന ലെവലിൽ മാത്രമായിട്ടാണ് വാം വൈറ്റ്സ് യൂസ് ചെയ്യുന്നത്. അതായത് വീടിൻ്റെ അകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻറ്റീരിയറിൽ കൂടുതൽ എഫക്റ്റീവായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ വാം വൈറ്റ്സ് തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ ന്യൂട്രൽ വൈറ്റ്സ് കൊടുക്കണം. പ്യുവർ വൈറ്റ് കൊടുക്കരുത്, ലൈറ്റ് കൊടുക്കരുത്. പ്യുവർ വൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് റൂമുകളിലേക്ക് അത്യാവശ്യം നമുക്ക് ഏരിയകളിൽ വരുന്ന സ്ഥലങ്ങളിൽ അത്യാവശ്യം വരുന്ന ഏരിയകളിലെല്ലാം തന്നെ വൈറ്റ് ലൈറ്റുകളാണ് വരുന്നത്. അല്ലാതെ ഇൻറ്റീരിയറിൽ വരുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ വാം വൈറ്റ്സ് കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീടിൻ്റെ അകത്ത് കൊടുക്കുന്ന ലൈറ്റ്സുകളെ കുറിച്ചിട്ടും എന്തൊക്കെയാണെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ കാണുന്ന പോലെ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date. You're so fine, I'm so late. You sip wine, I drink straight. Don't waste time,